അതെ, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയാലോ? എന്താണ് ആ ക്രാഫ്റ്റ് വീഡിയോ എന്നല്ലേ? ഇതുതന്നെയാണ് ആ ക്രാഫ്റ്റ് വീഡിയോ. ഞാനിങ്ങനെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു കമൻറ്റ് ഉണ്ട്, ക്യൂട്ട് നൈറ്റ് ലാമ്പ് ചെയ്യുമോ പ്ലീസ് എന്ന്. അപ്പം ഞാൻ എല്ലാ സാധനവും എടുത്ത് അവിടെ പോയി വീഡിയോ വെച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സംഭവം ഞാൻ ഓൾറെഡി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ അടുത്ത് അതിൻ്റേതായ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനന്ന് ചെയ്തില്ല. പിന്നീട് എൻ്റെ കയ്യിൽ ആ സാധനങ്ങൾ കിട്ടി. അപ്പോൾ ഞാൻ എന്താക്കി, ഈ സബ്സ്ക്രൈബറിൻ്റെ ഇത് ഞാൻ കണ്ടു. അപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം സാധനം എടുത്തു ഇരുന്നു ആക്കാൻ നിന്നു. അപ്പോൾ ഇത് ചെയ്യാനിരിക്കെ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തത് ഞാൻ കണ്ടു. എന്താണ് ആ മിസ്റ്റേക്ക് ഞാൻ നിങ്ങളും കൂടി കാണിച്ചു തരാം. അതെ, അതാണ് ആ മിസ്റ്റേക്സ് ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്. പേസ്റ്റൽ കളേഴ്സ് എടുക്കാനുള്ള മടി കാരണം നടന്നതാണ്. പിന്നീട് എനിക്കത് എടുക്കേണ്ട ആവശ്യവും വന്നു. പിന്നെ അപ്പോൾ നിങ്ങൾ കേൾക്കും, എന്തിനാണ് ഞാനത് ചെയ്തത്? അതിൻ്റെ കാരണം ഇതാണ്, കാണിച്ചു തരാം. ഈ ഒരു വട്ടത്തിലുള്ള ഈ സംഭവം ഞാൻ കാണിച്ചു തന്നല്ലോ, മുറിച്ചത്. അപ്പോൾ ഈ കട്ട് ചെയ്ത് ഇത് ഞാൻ വൈറ്റ് ആക്രിലിക് കളറാണ് എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ മടി കാരണം. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടൊന്ന് അടിച്ചു കൊടുത്തു. ഫുൾ കവർ ചെയ്ത് ഞാൻ അടിച്ചു കൊടുത്തപ്പോഴാണ് ഞാൻ ഉണങ്ങാൻ വെച്ചല്ലോ, ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ആ ഒരു സർക്കിൾ പോർഷനിൽ ചെറിയൊരു സർക്കിൾ ചെയ്തിട്ട് എന്താക്കി, അത് മുറിച്ചിട്ട് അതിനകത്തായിരുന്നു ഈ ഒരു സംഭവം ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ആണ് ഈ ഒരു സംഭവമാണ് എന്തൊരു വൃത്തികേട്, ഞാൻ കാണാൻ കിട്ടിയില്ലേ, അതന്നെ മിസ്റ്റേക്ക്. അപ്പോൾ ഞാൻ എന്താക്കി, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്ലൂ പേസ്റ്റൽ കളേഴ്സ് ഞാനങ്ങ് അടിച്ചു കൊടുത്തു. പിന്നെ ഈ ലാമ്പ് എങ്ങനെ ഒട്ടിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഈ ലാമ്പ് ഒട്ടിച്ചത് ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ വെച്ച് ഒട്ടിച്ചത്. അതാകുമ്പോൾ വൃത്തിക്ക് നിൽക്കുകയും ചെയ്യും, അവിടെ കുറച്ച് ലോങ് ടൈമായിട്ട് നിൽക്കാനും കഴിയുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഡബിൾ സൈഡ് ടാപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇത് പിൻട്രസ്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിൻട്രസ്റ്റ് അന്നേ കണ്ടിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റാതായത്. അപ്പോൾ പിൻട്രസ്റ്റ് ആണല്ലോ, പിൻട്രസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ലേസൊക്കെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ലേസൊക്കെ ഞാൻ എവിടെ നിന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഒട്ടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ.